ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്ക് ഈ ട്രേഡ് ചെയ്യുന്ന ആൾക്കും എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആവട്ടെ. ഈ ഒരു വർഷം 2026 എന്നുള്ളത്. ഇപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക, നിങ്ങളെ നല്ല ഡിസിപ്ലിൻ കൊണ്ടുവരിക. ആ ട്രേഡിങ്ങിൽ ഡിസിപ്ലിനും അതുപോലെ തന്നെ നമ്മളെ റൂൾസൊക്കെ പാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് ഒരു കാര്യമല്ല. സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാറ്റജി പഠിച്ചാലും നമ്മുടെ ഇമോഷണൽ അതായിട്ട് മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ ആ തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു റൂൾസ് ഉണ്ടെങ്കിൽ ആ റൂൾസ് നിങ്ങൾ കണ്ടിന്യൂ പാലിക്കാം. അതുപോലെ നിങ്ങൾ പൊസിഷൻ സൈസിങ്, ഓവർ ട്രേഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓവർ ട്രേഡ് ചെയ്താലും നിങ്ങളെ അക്കൗണ്ട് കാലിയാവും. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചാണ്. നമ്മൾ ബോട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ബോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് പല ആളുകളും പറയുന്നത് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രേഡുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വെക്കുന്ന ബോട്ടൊന്നുമല്ല. അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് വരുമ്പോഴാണ് ഒരു ദിവസം ആകെ നമുക്ക് ഒരു ദിവസം ആകെ 4, 5 മാക്സിമം 6 ക്യാൻഡിലല്ലേ വരുന്നത്. ഇപ്പോൾ 4 മണിക്കൂറിൻ്റെ ഏകദേശം 6 ക്യാൻഡിലാണ് വരിക. അപ്പോൾ 6 ട്രേഡുകളാണ് മാക്സിമം നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ. അത് തന്നെ 6 ക്യാൻഡിലിൽ നമുക്ക് നമ്മുടെ എൻട്രി ക്യാൻഡിൽ നമുക്ക് ഇപ്പോൾ ഒരു ഹൈ ആൻഡിലോ ഫോർവേഡ് ക്യാൻഡിൽ ഹൈ ആൻഡിലോടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പോൾ ബൈ അല്ലെങ്കിൽ സെല്ലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബൈ ആണ് വിചാരിക്കുക. ബൈ ആണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ സ്വീപ്പ് ചെയ്ത ശേഷം ഞാൻ ഈ ബോട്ട് വർക്ക് ചെയ്യും. പല ആളുകളും ബോട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരണം. ആദ്യത്തെ നമ്മൾ വേർഷൻ 1 ക്യാൻഡിൽ സ്വീപ്പിൻ്റെ ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രി എടുത്തിരുന്നു, ഇനീഷ്യൽ ഒരു എൻട്രി. ഇപ്പോഴത്തെ നമ്മുടെ അപ്ഡേഷനിൽ ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിൽ ഈ സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും എൻട്രി എടുക്കുക. ഇവിടെ നിന്നായിരിക്കും എൻട്രി വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം ഒരു എൻഗുൾഫ് ചെയ്ത് മാത്രമേ ഒരു എൻട്രി വരുള്ളൂ. അതുകൊണ്ട് എൻട്രികൾ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം എൻട്രി എടുക്കില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ 2 ദിവസത്തിൽ എൻട്രി വരില്ല, ഒരു എൻട്രിക്കേ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ പുതിയൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് ഇതിലാണ് ഞാനിത് ഗോൾഡിൽ നിന്ന് മാറ്റി BTCയിലും അതുപോലെ തന്നെ എതേറിയത്തിലാണ് നോക്കിയിരുന്നത്. ഗോൾഡിലും അത് വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ റിയൽ അക്കൗണ്ട് തന്നെയാണ് നോക്കിയിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ബോട്ടുകളും തീർച്ചയായും എൻ്റെ റെഫറിൽ എടുക്കുന്ന ആൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചും ഞാൻ ക്രിയേറ്റ് ചെയ്ത ബോട്ടുകളും അതുപോലെ ചെയ്യാൻ പോകുന്ന ബോട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. അതുപോലെ ഇപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ബോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ടെസ്റ്റർ വേർഷനുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ സെറ്റിംഗ് ഫയലുള്ളത്, ചിലത് സെറ്റിംഗ് ഫയൽ ഉണ്ടാവില്ല, സെറ്റിംഗ് ഫയൽ ഉള്ളത് ഉണ്ടാവും. അതുപോലെ അതിൽ വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് ഇതിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന MA5 ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻഡിൽ സ്വീപ്പ് ആണെങ്കിലും പിന്നീട് ക്രോസ് ഓവർ അങ്ങനത്തെ കുറച്ച് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ലൈവ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ റെഫറിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഇപ്പോൾ അൽപ്പയറിലാണെങ്കിൽ അൽപ്പയറിൽ, സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് XNS ഇപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. പുറത്തുള്ള ആളുകളാണെങ്കിൽ XNSൽ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ XNS ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് എൻ്റെ IBയിലേക്ക് ചേഞ്ച് ചെയ്താലും അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇനി ക്രിയേറ്റ് ചെയ്യുന്ന ഇനി പല പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസൊക്കെ വരുമ്പോൾ അത് തീർച്ചയായും അതും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടഡ് ആണെങ്കിൽ സ്റ്റാർട്ടഡ് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
സ്റ്റാർട്ടഡ് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ വാട്സപ്പിലൂടെ ചെയ്ത് അയച്ചു തരുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടറിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടാണ്. സ്റ്റാർട്ടറിൽ നിങ്ങളിങ്ങനെ അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് കൺട്രി, ഇമെയിൽ ID, ഇമെയിൽ വെരിഫിക്കേഷൻ, പാസ്വേഡ് എടുത്ത് കൊടുത്ത ശേഷം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ചോദിക്കും. അതൊക്കെ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ റെഫറിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ വിഡ്രോലോ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടുമായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ ഇത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു ബോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ബോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. MT5 ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈലല്ല മൊബൈലിൽ ചെയ്യാൻ പറ്റില്ല. ലാപ്പിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൽ വീഡിയോസ് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ MT5ലാണ് MT5ൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഫയൽ, ഇതിൽ തന്നിരിക്കുന്ന ഫയൽ ഉണ്ടല്ലോ, ഈ ഫയൽ രണ്ട് ഫയലുണ്ട്. അതിൽ ഒരു ഫയൽ EXE ഫയൽ എന്ന് പറഞ്ഞാണ് നമ്മൾ ബോട്ട്, മറ്റേ സെറ്റ് ഫയലാണ്, സെറ്റിംഗ് ഫയലുണ്ട്. അപ്പോൾ നിങ്ങൾ MT5 എടുത്ത ശേഷം നിങ്ങൾ ഫയലിൽ പോവുക, ഓപ്പൺ ഡാറ്റ ഫോൾഡർ പോവുക, ഇവിടെ MQL പോയി പോവുക, എക്സ്പേർട്ടിൽ പോയ ശേഷം അത് പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് റിഫ്രഷ് അടിക്കുക. റിഫ്രഷ് അടിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടെസ്റ്റർ എന്ന് കാണാം. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ഫയൽ, ഇപ്പോൾ ഏത് മാസമാണോ ആ മാസം കൊടുക്കുക, ടൈം ഫ്രെയിം കൊടുക്കുക. ഇവിടെ ഞാൻ M15 എടുക്കൽ 4 hour M15. അതിൽ സെറ്റ് ഫയൽ എന്നുള്ളത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ലോഡ് കൊടുത്ത ശേഷം ആ സെറ്റ് ഫയൽ നിങ്ങളിവിടെ എന്ത് ചെയ്യണം, അത് ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്തിട്ടുള്ള ആ സെറ്റ് ഫയൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത ശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ഫയൽ ഇവിടെ ഓക്കെ ആവും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ കഴിഞ്ഞ മാസമാണെങ്കിൽ ഫെബ്രുവരി, നവംബറാണെങ്കിൽ നവംബർ കൊടുക്കുക, ഡിസംബറാണെങ്കിൽ ഡിസംബർ കൊടുക്കുക. ഇത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സംഭവം പോകാം. നമ്മൾ $1000 ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 1256. അപ്പോൾ എല്ലാ മാസവും പ്രോഫിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് നോക്കാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ബോട്ടുകൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആകുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളും നല്ല മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ മാനുവലായിട്ട് ട്രേഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ടൈമില്ല, നിങ്ങൾക്ക് എന്താ പറയുക, നോക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ബോട്ടുകൾ നിങ്ങൾ നോക്കുക. ഇനി അപ്ഡേറ്റ് ചെയ്യുന്നൊരു ബോട്ടുണ്ട്, നമ്മൾ റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് കണക്കാക്കിയിട്ട് ആ റേഞ്ചിൽ ഇപ്പോൾ നമ്മൾ ക്യാൻഡിൽ വൈസ് ആണ് 4 hourൻ്റെ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുമ്പോൾ അതിന് പകരം നമ്മൾ നമ്പർ ഓഫ് ക്യാൻഡിൽസ്, ഇപ്പോൾ 1 minute ആണെങ്കിൽ 1 minute നമ്പർ ഓഫ് ക്യാൻഡിൽസ് നമ്മൾ എടുക്കുക. അതിന് ശേഷം അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 100 ക്യാൻഡിലോ അല്ലെങ്കിൽ 200 ക്യാൻഡിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു റേഞ്ച് വരച്ചിട്ട് ആ റേഞ്ചിനെ നമ്മൾ ഇതുപോലെ ഇൻഗൾഫ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിന് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത് എൻഗൾഫ് ചെയ്യുമ്പോൾ എടുക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ റേഞ്ച് നമുക്ക് നമ്പർ ഓഫ് ക്യാൻഡിൽസ് കൊടുക്കാൻ പറ്റും, 50 ക്യാൻഡിൽ, അതുപോലെ 100 ക്യാൻഡിൽ, ആ രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതുവരെയുള്ള മാർക്കറ്റിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനി വരുന്ന മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ബാക്ക് ടെസ്റ്റ് വേർഷൻ അതിൻ്റെ ഞാൻ റിലീസ് ആകുമ്പോൾ തീർച്ചയായും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കാം. അതുപോലെ ഇനി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഐഡിയാസ് കിട്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂഷൻ ആണെങ്കിൽ അത് നോക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ റേഞ്ച് ബ്രേക്ക് ഔട്ടായി ക്ലോസ് ചെയ്ത ശേഷം ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വന്ന ശേഷം പിന്നീട് അതിൻ്റെ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന രീതിയിലുള്ള ബോട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും കൂടിയും എനിക്ക് വലിയ റിസൾട്ട് കിട്ടിയത് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്. പക്ഷേ അത് എന്താ പറയുക, ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എല്ലാ ബോട്ടുകളും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഞാനും ടെസ്റ്റ് ചെയ്ത ശേഷം റിസൾട്ട് കിട്ടുമ്പോൾ മാത്രമാണ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓരോ 2-3 ദിവസം കൂടുമ്പോൾ ഓരോ ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പല പല സ്ട്രാറ്റജി നോക്കിയിട്ട്. അപ്പോൾ അതിൽ നിന്നും ഫിൽറ്റർ ചെയ്ത ശേഷമായിരിക്കും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറിലേക്ക്
റെഫറിൽ ഏതെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ പല ആളുകളും എന്താണ് ട്രേഡ് എടുക്കാത്തതെന്ന് ചോദിച്ചിരുന്നു കണക്ട് ചെയ്ത ആളുകൾ. അപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് കിട്ടണമെന്നില്ല അതിൽ. അപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്ന രീതിയിലുള്ള ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഏതായാലും നമുക്ക് റെഗുലറായിട്ട് തന്നെ വീഡിയോ ഇടണം. പല പല കാര്യങ്ങളും ഫോറക്സ് മാർക്കറ്റിൽ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും പറയാനുണ്ട്. തീർച്ചയായും ഇനി അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും നമുക്ക് കാര്യത്തിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ബോട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ ബോട്ടും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.